മൂഴിക്കൽ സ്വദേശിയായ ഹർഷാദിനെ വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ശേഷമാണ് ഭാര്യ വീട്ടിൽ നിന്നും കാണാതാവുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് വിവരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അതിനുശേഷം ഒരിക്കൽ വിളിച്ചപ്പോൾ 10 ലക്ഷം രൂപ തന്നാൽ മാത്രമേ വിട്ടയക്കൂ എന്നൊരു കാര്യം അവർ പറഞ്ഞതായാണ് അറിയുന്നത്. പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. 3 SHOമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത് കോഴിക്കോട് SP തന്നെയാണ്. ഇപ്പോൾ ഹർഷാദിന്റെ ഉമ്മ നമുക്കൊപ്പം ചേരുന്നു. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾ കരുതുന്നത്? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അവന് ഭാര്യ വീട്ടിൽ പോയതാണ്. ഭാര്യ വീട്ടിൽ പോയി അവിടുന്ന് 12 മണിയായപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഭാര്യനോട് പോയതാ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ ഭാര്യ വിളിച്ചപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ്, തീരെ ഫോൺ ഓണായിട്ടേ ഇല്ല. ഭാര്യ പിന്നെ രാവിലെ എന്നെ വിളിച്ചുങ്ങാണ്ട് പറഞ്ഞു, ഉമ്മ പിന്നെ ഇതുവരെ വന്നിട്ടില്ല, ഇക്ക വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രാവിലെ 7 മണിയായതിന് ശേഷം ഭാര്യനെ വിളിച്ചുങ്ങാണ്ട് ഞാൻ മലപ്പുറത്താണുള്ളത് അത് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവിടുന്ന് ഒരു 10 മണിയായപ്പോൾ എന്നെ വീണ്ടും എന്നെ വിളിച്ചുങ്ങാണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ മലപ്പുറമാണ് ഉള്ളത് എന്ന്, വേറെ ഒരു കാര്യം പറയുന്നില്ല. പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു ആദ്യം. പിന്നെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, റിങ് അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നെ രാത്രി 10 മണിയായതിന് ശേഷമാണ് വീണ്ടും ഉപ്പനെ വിളിച്ച് ആദ്യം മിസ് കോളാണ് വന്നത്. ഉപ്പ തിരിച്ച് വിളിച്ചപ്പോൾ മകൻ ഫോൺ എടുത്തതിന് ശേഷം മകൻ പറഞ്ഞ്, ഉപ്പ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരണം എന്നുണ്ട്, 10 ലക്ഷം രൂപ അവർ ചോദിക്കുന്നത്, എന്നാലും എന്നെ ഒരു വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ്. അവൻ പോകുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് പോകുന്നത്. ഉപ്പ ചോദിച്ചു എൻ്റെ കൂടെ ആരാളുള്ളത്, ആളെ കയ്യിൽ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ മകനെ വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ അങ്ങ് തന്നെങ്കിൽ മകനെ തിരിച്ചു തരികയുള്ളൂ എന്ന്. അപ്പോൾ രാവിലത്തേക്ക് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചെടുക്കണ്ടേ. നേരം വിളിക്കുന്നവരെ ഞങ്ങൾ പല വഴിയും നോക്കി. പിന്നെ നേരം വിളിച്ചതിൻ്റെ ശേഷം ഫോൺ ഓണായിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ ഇന്നലെ രാവിലെ മുതലേ അവർ വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ചേവായൂർ സ്റ്റേഷനിൽ പോയി കണ്ട് പരാതി കൊടുത്ത് അവരെ നോക്കിയാൽ അവർ പറഞ്ഞു ഇവിടെ നിന്നല്ല ഇത് തരേണ്ടത്, പിന്നെ ഇവിടെ താമരശ്ശേരി പോകണം എന്നുണ്ടെങ്കിൽ താമരശ്ശേരി വന്ന് ഇവിടെ ഞങ്ങൾ പരാതി കൊടുത്ത് അന്നേരം മുതലേ അവരെ നോക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയോ? നല്ല രൂപത്തിൽ അന്വേഷണം ഇപ്പം പോകുന്നുണ്ട്. കാരണം അവർ പല വഴിക്കും പല ഭാഗത്തേക്കും ആളെ വിട്ടുങ്ങാണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താന്നുള്ള രൂപത്തിലാണ് അവർ പറയുന്നത്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും അവർ റെഡിയാണ്. ഇതുവരെ ഞങ്ങൾക്കൊരു വിവരം കിട്ടില്ല. ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുക, അതാണ് ഒരു ഉമ്മ എന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ മകൻ എനിക്ക് ഒരു രൂപത്തിലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ തിരിച്ചു കിട്ടണം. ഒരു ഉമ്മൻ്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. എത്ര പറയാനുണ്ട്.